Hi friends, welcome to Garam Masala, the magic spices of cooking. ബദാം മിൽക്ക് ഷേക്ക്. ഇന്ന് നമുക്ക് ഹെൽത്തി ബദാം മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 15 ബദാമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ 30 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ തിളച്ച വെള്ളത്തിലോട്ട് ചേർക്കാം. ഇതിനെ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ പീൽ ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബദാമിനെ നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് എടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിനെ സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഒരു സോസ് പാനിലോട്ട് നമുക്ക് 1/4 കപ്പ് പാൽ എടുക്കണം. ഇതിനെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ടോട്ടൽ 2 കപ്പ് പാലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അടുത്ത ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബദാമിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഇതിന് പകരമായി സാഫ്രോൺ ഉപയോഗിച്ചാലും മതിയാവും. ഇനി നമുക്കിതിനെ 1-2 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ബദാം മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. Thank you.